ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എനിക്ക് തോന്നുന്നു അത് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. അതായത് മയക്കം വിട്ടുമാറി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. അവിടെ നിന്നും ഈ നെടുമ്പാലിൽ നിന്നും എത്ര ദൂരമുണ്ട് കുപ്പാടിയിലേക്ക്? സുജിത്ത് അയ്യപ്പത്ത് കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. നമുക്ക് അറിയേണ്ടതുണ്ട് എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവിടെ കൂട്ടിലേക്ക് മാറ്റിയ ശേഷം ഉള്ള ദൃശ്യങ്ങളിൽ ചെറുതായിട്ട് ആ മയക്കം വിട്ട് മാറുന്ന പുലിയെ നമ്മൾ കണ്ടു. കണ്ണുകൾ അനക്കുന്ന പുലി, അതോടൊപ്പം തന്നെ ചെറിയ രീതിയിൽ അനങ്ങുന്ന പുലിയെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സുർജിത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. സുർജിത്ത്, നമ്മൾ കണ്ടു ആ മയക്കം വിട്ട് മാറുകയാണെന്ന് തോന്നുന്നു പുലിയുടെ. അപ്പോൾ അത്രയും പെട്ടെന്ന് കുപ്പാടിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എത്ര ദൂരമുണ്ട് ഈ വയനാട് നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് കുപ്പാടിയിലേക്ക്? ഏതാണ്ട് 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാത്രമാണ് ദൂരമുള്ളത്. ഈ ബത്തേരിക്ക് അടുത്താണ് കുപ്പാടിയിലെ മൃഗപരിചരണ കേന്ദ്രം. അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പ്രാഥമികമായ ചികിത്സകൾ, അതായത് ഗ്ലൂക്കോസ് അടക്കമുള്ള പ്രാഥമികമായ ചികിത്സകൾ ഇതിന് നൽകുന്നുണ്ട്. എന്തായാലും ഇതിന് ശേഷം ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും ആ ദൗത്യം വിജയകരമായി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ കൊണ്ടുപോയി അതിന്റെ പ്രാഥമികമായ രീതിയിലുള്ള ചികിത്സ ഉൾപ്പെടെ ലഭ്യമാക്കും. ഇതിനുശേഷം വനത്തിൽ തുറന്നുവിടുകയും ആരോഗ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമാകും വനത്തിൽ തുറന്നുവിടുന്ന ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടക്കുക. അല്പസമയം മുമ്പാണ് മയക്കുവെടി വെച്ചിരിക്കുന്നത്. അതായത് വനംവകുപ്പിന്റെ RRT സംഘവും, ബത്തേരിയിൽ നിന്നുള്ള RRT സംഘം രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ബയോളജിസ്റ്റ് ആയിട്ടുള്ള വിഷ്ണുവാണ് മയക്കുവെടി ഉതിർത്തത്. ഒപ്പം തന്നെ ആ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ലിനോയും അഖിലും അടക്കമുള്ള ഈ നിരവധി ദൗത്യങ്ങളിൽ ഇത്തരത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളാണ് ഈ വനംവകുപ്പിന്റെ ഈ സംഘം. പ്രത്യേകിച്ച് സംസ്ഥാനത്തുടനീളമുള്ള ഇത്തരം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങളിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ നേരിട്ട് എത്തി നടപടി സ്വീകരിക്കുന്ന അങ്ങനെ പരിചയമുള്ള സംഘമാണിത്. അവരാണ് ഇങ്ങനെ ഈ മയക്കുവെടി ദൗത്യവും പൂർത്തീകരിച്ചിരിക്കുന്നത്. ആ ദൗത്യം നിലവിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മയക്കുവെടി വെച്ച ശേഷം അതിനെ പൂർണ്ണമായും അത് മയങ്ങിയിരിക്കുന്നു. ആ മയങ്ങിയ പുലിയെ നേരെ ഇവിടെ നിന്നും കൂട്ടിലേക്ക് ആക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലൂക്കോസും മറ്റു മരുന്നുകളും എല്ലാം തന്നെ നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡ്രിപ്പായി കൊടുക്കുകയാണ്. ഇതിനുശേഷമാകും ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവുക. ഏതാണ്ട് 3/4 മണിക്കൂർ സമയത്തിനകത്ത് തന്നെ നേരെ കുപ്പാടിയിലെ മൃഗപരിചാരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കും. അതിനുശേഷമാകും ഇതിനെ ഉൾവനത്തിൽ തുറന്നുവിടുകയാണോ അതോ അതിന്റെ ആരോഗ്യാവസ്ഥ പരിശോധിച്ച ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുകയാണോ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടത്. എന്തായാലും ആ ദൗത്യം പൂർണ്ണമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ദൗത്യം പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഇതിനെ കൊണ്ടുപോവുക എന്നുള്ള ആ ഒരു ശ്രമമാകും നടപ്പാക്കുക. ആളുകളെ വീണ്ടും അവിടെ നിന്ന് മാറ്റുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഇതിനുശേഷം മറ്റു നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ്. കാരണം വേഗത്തിൽ തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാനുള്ള ശ്രമമാകും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുജിത്, നമ്മൾ നേരത്തെ കൂട്ടിലേക്ക് മാറ്റിയ ശേഷം നമ്മുടെ ക്യാമറയിൽ അതിൻ്റെ ഏറ്റവും ക്ലോസ് വിഷ്വൽസ് നമുക്ക് കിട്ടിയിരുന്നു. അതിൽ ആ പുലി മയക്കം വിട്ട് മാറുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കണ്ണു തുറക്കുന്നു, ചെറുതായിട്ട് അനങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പുതിയ വിഷ്വൽസ് നമുക്ക് ആവശ്യമുണ്ട്. എങ്കിലും അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കണ്ടതാണ് പുലി ചെറുതായിട്ട് അനങ്ങിയിട്ടുണ്ട്. അപ്പോൾ മയക്കം വിട്ട് മാറുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. അതിനെ എത്രയും പെട്ടെന്ന് അതുകൊണ്ട് തന്നെ കുപ്പാടിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പിന്നീട് അതിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമാണ് തുടർ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. അത് വനത്തിലേക്ക് തുറന്നു വിടണോ അല്ല അതിന് ആരോഗ്യ മോശമായതുകൊണ്ട് അതിന് ചികിത്സ നൽകണമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവുക. ആദ്യം അതിനെ പരിശോധിക്കണം. അതിനാണ് ഈ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത്.